ഇത്രയും സൂര്യനാണ്, ചന്ദ്രനാണ്, കഴുകനാണ്, കുന്തമാണ്, കുറച്ചക്കരമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ മന്ത്രിമാരും നേതാക്കന്മാരും. ദൈവത്തിൻ്റെ വരദാനമാണെന്ന് പറഞ്ഞു. ഇത്രയും ഗുരുതരമായൊരു ആരോപണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉണ്ടായിട്ട് CPM ചർച്ച ചെയ്തിട്ടുണ്ടോ? അതായത് CPM ചർച്ച ചെയ്യത്തില്ല. അവർ സ്തുതിപാഠക സംഘമായി രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരായി ഈ മന്ത്രിമാരൊക്കെ മാറിയിരിക്കുകയാണ്. CPMൻ്റെ ജീർണതയുടെ കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല. CPM ജീർണതയിലാണ്. ബംഗാളിൽ 33 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു അവസാന കാലഘട്ടം ഉണ്ടായിരുന്നു, 2-3 വർഷം. അന്ന് ജ്ഞാനപീഠ അവാർഡ് ജേതാവായ മഹാശ്വേതാദേവി, ബംഗാളിൻ്റെ മനസാക്ഷിയായ എഴുത്തുകാരി, ആ സർക്കാരിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അന്ന് അപകടത്തിലേക്ക് പോകുന്ന ആ സർക്കാരിനെ കുറിച്ച് രൂക്ഷമായിട്ടൊരു വിമർശനം നടത്തി. ഇതൊക്കെ ഓർമ്മയുണ്ടാവും. എനിക്ക് ജ്ഞാനപീഠ അവാർഡ് ജേതാവായ കേരളത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഔന്നത്യവുമായ MT വാസുദേവൻ നായർ മഹാശ്വേതാദേവിയെ പോലെ ഈ CPMൻ്റെ അവസാന നാളുകളിൽ അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പായി അവരതിനെ കാണുന്നത്. ജീർണത ബാധിച്ചിരിക്കുന്നൊരു പാർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ എത്ര നാളായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഈ പറഞ്ഞ വാചകങ്ങൾ ഇവർ ഇടതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമാണ്. ഇവർ സംഘപരിവാറിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഫാസിസത്തെ നമ്മൾ രാജ്യവ്യാപകമായി എതിർക്കുകയാണ്. കേരളത്തിൽ വരുമ്പോൾ ഫാസിസത്തിൻ്റെ മുഖം തന്നെയാണ് ഇവർക്കുള്ളത്. അടിച്ചമർത്തൽ, അക്രമം, അനീതി, ഇരട്ടനീതി, അസഹിഷ്ണുത, ഇതെല്ലാം മോഡി ഭരണകൂടത്തിനുള്ളതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തിനും ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഉണ്ട്. ആ തിരിച്ചറിവ് ഭയപ്പെടുത്തുന്നതാണ്. രാജ്യവ്യാപകമായി ഫാസിസത്തിനെതിരെ പോരാടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളെ ഭയചകിതരാക്കുന്നു. കേരളത്തിൽ വരുമ്പോൾ കാണുന്ന ഈ കാഴ്ച, ഇവർ ചെയ്യുന്ന ഈ അതിക്രമങ്ങൾ, അതാണ് പ്രശ്നം. സമസ്തയെ ലീഗൊക്കെ വളരെ കൃത്യമായ നിലപാടല്ലേ എടുത്തത്. ലീഗും സമസ്ത എടുത്ത നിലപാടല്ല. ഇതൊക്കെ മതപരമായ കാര്യങ്ങളാണ്. ആരാധന, വിശ്വാസം എല്ലാം മതപരമായ കാര്യങ്ങളാണ്. അത് അതാത് ആളുകൾ തീരുമാനിക്കട്ടെ, അതാത് പാർട്ടികൾ തീരുമാനിക്കട്ടെ. സത്യം പറഞ്ഞാൽ സമസ്തയുടെ നേതാക്കളെയും ലീഗിൻ്റെ നേതാക്കളെയും അഭിനന്ദിക്കട്ടെ. കേരളം മുഴുവൻ, കേരളത്തിലെ എല്ലാ സമൂഹവും, എല്ലാ സമുദായങ്ങളും. കാരണം എത്ര പക്വതയേറിയ തീരുമാനമാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സയ്യദ് ജഫ്രി തങ്ങളൊക്കെ എടുത്ത തീരുമാനം. കാരണം ഒരു മുറിവും ഉണ്ടാക്കരുത്, ഒരു പോറൽ പോലും കേരളത്തിൻ്റെ ശരീരത്തിന് ഏൽക്കരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവരത് പറഞ്ഞത്. അവർക്ക് നേരെ തിരിച്ചു പറയായിരുന്നല്ലോ, കയ്യടി കിട്ടാൻ വേണ്ടി പറയായിരുന്നല്ലോ, അല്ലെങ്കിൽ മതവികാരം ആളിക്കത്തിക്കാൻ പറയായിരുന്നല്ലോ. അയോധ്യയുടെ മണ്ണിലേക്ക് ഒരാൾ കാലുകുത്തിപ്പോരെന്നൊക്കെ പല ഭാഷയുണ്ടല്ലോ, ഒന്നും അവർ പറഞ്ഞില്ലല്ലോ. അതാണ് പക്വതയേറിയ രാഷ്ട്രീയ നേതാക്കളും മതമേലധ്യക്ഷന്മാരും ഒക്കെ കേരളത്തിലുണ്ടെന്നുള്ളൊരു ആശ്വാസം.